അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ, നല്ല കിടുക്കാച്ചിയായിട്ട്. അതിനായിട്ട് നമ്മൾ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനകത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നല്ല വൃത്തിയാണ് കഴുകിയെടുത്താണ് ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ മസാല എല്ലാം കൂടെ അതിനകത്തോട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ആ നമ്മളെ മീറ്റിനകത്ത് മൊത്തത്തിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി എടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇറച്ചിക്കകത്തെല്ലാം മസാല പിടിച്ച് വരും. നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി. അതിന് നമ്മൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു 2.5 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പേസ്റ്റ് ആക്കിയതാണ്. അതും ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം അതിന്റെ പച്ചമണം മാറുന്ന ഒരു നിലക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് കൂട്ടുകാരെ, നിങ്ങൾ ലൈക്ക് അടിക്കാതെ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതും കൂട്ടി എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അരപ്പ് പിടിപ്പിച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ അരപ്പെല്ലാം നല്ല രീതിയിലൊന്ന് നമ്മൾ ചിക്കനകത്ത് പിടിക്കുന്ന കണക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഈ ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുമ്പോഴേ നല്ല മണം അങ്ങോട്ട് വരും കൂട്ടുകാരെ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. കാരണം നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിക്കണം കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെങ്കിൽ നമുക്കത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അടച്ച് വെച്ച് വേവിച്ച് നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിനകത്തിട്ട് വേവിച്ചിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് വന്ന് കൂട്ടുകാരെ. ഇതേ കണക്ക് നിങ്ങൾ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെ ചിക്കൻ കറി തയ്യാറാക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല.